അഡ്വക്കേറ്റ് സേനാപതി വേണു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് SDPI ബാന്ധവം പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. അതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഫിസിക്കൽ പ്രസൻസ് വെളിവായതിനാൽ ഞങ്ങൾ ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണ തേടിയിട്ടില്ലെന്ന് എങ്ങനെ പറയാനൊക്കും? നമ്പ്യാരെ, 23-ാം തീയതി ഏതാണ്ട് ഉച്ചയോടുകൂടിയാണല്ലോ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നത്. അവിടെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 18,840 വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷത്തിലാണ് ഞങ്ങൾ ജയിക്കുന്നത്. അപ്പോ ഞങ്ങൾ ജയിച്ചപ്പോൾ ഉണ്ടായ ദുരന്തം എന്താ എന്ന് ചോദിച്ചാൽ, ഭരിക്കുന്ന പാർട്ടി 3-ാം സ്ഥാനത്ത്, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ 10,000-ൽ ചില്ലുവാനും വോട്ട് NDAയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥിക്ക് കുറവുണ്ട്. അപ്പൊ ഈ രണ്ടു കൂട്ടർക്കും ഇപ്പോൾ എന്തെങ്കിലും ഒരു ന്യായീകരണം പറയണമല്ലോ. ഞങ്ങൾക്ക് എങ്ങനെയാണ് 18,840 വോട്ട് ഭൂരിപക്ഷം കിട്ടിയതിന്റെ ഒരു ന്യായീകരണത്തിന്റെ ഭാഗമായി പിറ്റേ ദിവസം മുതൽ ഒരേ ഫാക്ടറിയിൽ നടിച്ചിറക്കുന്ന നറേറ്റീവാണ്. ഒരു സിനിമയ്ക്കകത്ത് തിലകനും ശ്രീനിവാസനും കൂടെ സൈക്കിളിൽ പോകുമ്പോൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ പുറകിലിരിക്കുന്ന ആളോട് മുമ്പിലിരിക്കുന്ന ആൾ ചോദിക്കുന്നു, ചേട്ടന്റെ ശബ്ദം എന്റെ ശബ്ദം പോലെ തന്നെയാണല്ലോ. ഇത് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ 18,840 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഞങ്ങളുടെ രണ്ട് എതിരാളികളും ഒരേ ശബ്ദത്തിൽ അവരങ്ങ് പറയുകയാണ്, എന്താണ് ഇത്? SDPIയുടെ വോട്ട്, SDPIയുടെ വോട്ട്, SDPIയുടെ വോട്ട്. SDPIയുടെ ഒരു പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ 2-ാം തീയതിയാണ്, നവംബർ മാസം 2-ാം തീയതിയാണല്ലോ ആദ്യമായിട്ട് SDPIയുടെ ഒരു ശബ്ദം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേൾക്കുന്നത്. SDPIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒരു അലിയാർ ഇനിഷ്യൽ ഇപ്പം ഞാൻ ഓർക്കുന്നില്ല, അലിയാരുടെ നേതൃത്വത്തിൽ 3 പേര് പത്രസമ്മേളനം നടത്തുന്നു. പത്രസമ്മേളനത്തിൽ അവർ പറയുന്നു, ഞങ്ങൾ വയനാട്ടിൽ സോണിയാഗാന്ധിക്ക് നിരുപാധികമായ പിന്തുണ, പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ, ഞങ്ങൾ പാലക്കാട് ആര് ജയിക്കും എന്നുള്ളയാൾക്ക് പിന്തുണ. ഞാൻ ചോദിക്കുന്ന ഈ മാന്യ വ്യക്തികൾക്ക് അന്തസ് എന്ന് പറയുന്ന, പൊളിറ്റിക്കൽ അന്തസ് എന്ന് പറയുന്നത് അതാണല്ലോ രാഷ്ട്രീയത്തിൽ വേണ്ടത്. എന്നാ പറയട്ടെ, കഴിഞ്ഞ 2-ാം തീയതി ഞങ്ങൾ ഇതാ പാലക്കാട് ഞങ്ങൾ UDFന് പിന്തുണ കൊടുക്കുന്നു. അപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അഭൂതപൂർവമായ ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞപ്പോ പിന്നെ 4 കൊടിയുമായിട്ട് അവിടെ പ്രകടനം നടത്തുന്നു. ഇപ്പോ ഞാൻ ചോദിക്കുന്നു, കമലാ ഹാരിസ് അമേരിക്കയിൽ സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞപ്പോഴേക്കും തിരുച്ചിറപ്പള്ളിയിൽ അവരുടെ വേരുള്ള നാട്ടില് പ്രകടനം നടത്തി എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ അമേരിക്കയിൽ നിന്ന് ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുമോ നിങ്ങൾ പ്രകടനം നടത്തരുതെന്ന് പറഞ്ഞ്? ഈ വേറൊരു തമാശ കണ്ടത്, ഡൊണാൾഡ് ട്രംപിന് വേണ്ടി കാഞ്ഞിരപ്പള്ളിയിലെ രൂപതയിൽപ്പെട്ട പഴയടം പള്ളിയിൽ അവിടെ നൊവാനോ എന്താ അതിന് 200 രൂപ എന്താ പറഞ്ഞ പള്ളിയിൽ ഇതിന് ഫീസ് അടച്ച് ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിന് വേണ്ടി. ഇനിയിപ്പോ നാളെ ആരെങ്കിലും പറയുകയാണ് ഇവിടെ നൊവാന നടത്തിയത് കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതെന്ന് പോലെ. അപ്പൊ ഞങ്ങള് ഇത്ര വലിയൊരു ഭൂരിപക്ഷത്തിൽ ഈ വർഗീയ ശക്തികളോട് മുഴുവൻ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തി ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വിജയത്തിന്റെ അതിന്റെ എന്താ പറയുന്നത്, അതിന്റെ ഒരു ഖ്യാതിയെ കെടുത്തുന്നതിന് വേണ്ടി അവിടെ ജമാഅത്തിയുടെ കൂടി അല്ലെങ്കിൽ SDPIക്കാരുടെ കൂടി ഞങ്ങൾ ഇവരെ ഒന്നുമല്ല, പാലക്കാട്ടെ നല്ല മതേതര വിശ്വാസികളായ, ഞാൻ ചോദിക്കുന്നു, പാലക്കാട് BJPക്ക് മാത്രം വോട്ടുള്ള മൂത്താന്തറ പോലെയുള്ള പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് തന്നെയാ വോട്ടുകൾ ഒഴുകി വന്നത്. അവിടെ ഏത് SDPIക്കാരനാണ് ഞങ്ങൾ വോട്ട് ചെയ്തത്? അപ്പോൾ ഇതൊക്കെ നമ്പ്യാരെ ഒരു തെരഞ്ഞെടുപ്പിലെ ഞങ്ങളുടെ വിജയം, കാരണം BJP വിജയം പ്രതീക്ഷിച്ചവര് 10,000 ചില്ലുവാൻ വോട്ടിന്റെ കുറവ് വന്നു. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരുത്തൻ അപ്പുറത്ത് ചെന്നേച്ച് ഇടതുപക്ഷത്ത് പോയി ഇപ്പൊ അങ്ങ് ജയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയ ആള് ഭരിക്കുന്ന പാർട്ടി ജനവികാരമില്ല സർക്കാരിനെതിരെ എന്ന് പറയുമ്പോൾ 3-ാം സ്ഥാനത്ത് പോയി. അപ്പൊ ഈ രണ്ടു കൂട്ടർക്കും എന്തെങ്കിലും ഒരു ന്യായീകരണം പറയണം. ആ ന്യായീകരണത്തിന് വേണ്ടി ഞങ്ങൾ വർഗീയ ശക്തിയെ കൂട്ടുപിടിച്ചു, ഞങ്ങൾ അവരെ കൂട്ടുപിടിച്ചു, ഞങ്ങൾ ഇവരെ കൂട്ടുപിടിച്ചു. ഞങ്ങൾ ഒരാളെയും കൂട്ടുപിടിച്ചില്ല. ഞങ്ങൾ പരസ്യമായി ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചു. സേനാപതി വേണു, ഇതുവരെ തെളിവുകൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ തെളിവുകളാണ് പുറത്ത് വിട്ടത്. നമുക്ക് തെളിവുകൾ വെച്ച് സംസാരിക്കാം. ഈ ലഘുലേഖകളുമായി നിൽക്കുന്ന SDPI പ്രവർത്തകർക്കൊപ്പമുള്ള രാഹുലിന്റെ ഫോട്ടോ, അത് ഇത് ചെയ്താണ്, മോർഫ് ചെയ്തതാണെന്ന് പറയാൻ പറ്റുമോ അഡ്വക്കേറ്റ്? രണ്ടാമത്തെ കാര്യം, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമാണല്ലോ വെൽഫെയർ പാർട്ടി. ആ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നേതാക്കളുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തുന്ന അടുത്ത ഫോട്ടോ. തെളിവുകൾ സംസാരിക്കുന്ന തെളിവുകൾ. കേക്ക്, ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. ഞാൻ പോകുന്ന വഴിക്ക് CPMന്റെ ഓഫീസ് കാണുമ്പോൾ നമ്മൾ അവിടെ കയറി ഒരു സ്ഥാനാർത്ഥി എന്നതിൽ സൗഹൃദം, CPMകാർ വോട്ട് ചെയ്യുമെന്ന് വിശ്വസിച്ചാണ്.
ഞാൻ പോകുന്ന വഴിക്ക് BJP-യുടെയും RSS-ന്റെയും ഓഫീസും കാര്യാലയവും കാണുമ്പോൾ ഞാൻ കയറും, ഒരു നമസ്കാരം പറയും, അവരെന്നെ പരിചയമുള്ളവര് ചേട്ടാ ഇരിക്കുക അല്ലെങ്കിൽ സന്തോഷം പറയും, വോട്ട് അവിടെ ഒരു ഇതൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ്. ഇവിടെ ബഹുമാന്യ ശ്രീ ഗോപാലകൃഷ്ണൻ സാർ ഇരിപ്പുണ്ട്, അദ്ദേഹവും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. എന്നാൽ ഇനിയിപ്പം CPM-ന്റെ ഒരു ഓഫീസ് കണ്ടു, ഞങ്ങൾ ഇടത്തോട്ട് തിരിഞ്ഞു പോവാ, അങ്ങനെയൊന്നും ഇല്ലെന്നേ. അപ്പോ ആരെങ്കിലും ഒരിടത്ത് വോട്ട് ചോദിക്കാൻ പോയി അല്ലെങ്കിൽ ആരെയെങ്കിലും കണ്ടു, അതിന്റെ ഒരു പടമെടുത്തതിന് ശേഷം ജമായത്ത്. ഇനി ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ SDPI-യുടെ പ്രതി എത്ര വോട്ടുണ്ടെന്ന് ഇവർക്ക് എത്ര വോട്ടുണ്ട്? ഇപ്പൊ SDPI-യുടെ പ്രതിനിധി അതുപോലെ വെൽഫെയർ പാർട്ടിയുടെയും ഓഫീസിൽ പോകുന്നത്. നിങ്ങൾ ഒരു ഭാഗത്ത് പറയുന്നു നിങ്ങൾ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നു, വർഗീയ പാർട്ടികളുമായി യാതൊരു തരത്തിലും സന്ധി ചേരില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അതാണ് നിങ്ങളുടെ നയം, നിങ്ങളുടെ സമീപനം അതാണെന്ന് പറയുന്നു. പക്ഷേ മറുഭാഗത്ത് നിങ്ങൾ എന്തിനു പോയി എന്നുള്ളതാണ് ചോദ്യം. തെരഞ്ഞെടുപ്പിൽ ആരുടെയെങ്കിലും ഒരു മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ, അവിടുത്തെ വോട്ടറെ കണ്ടു കഴിഞ്ഞാൽ, ഇവൻ SDPI ആണോ, ഇവൻ RSS ആണോ, ഇവൻ മാവോയിസ്റ്റ് ആണോ, ഇവൻ കമ്മ്യൂണിസ്റ്റ് ആണോ, ഇതൊന്നും നോക്കിയല്ല തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടുന്നതിന് വേണ്ടി വഴി കാണുന്നതാണ്. നിങ്ങളിപ്പോ വോട്ട് ചോദിക്കുമ്പോൾ അതിൽ ഒരു പക്ഷേ അവരുടെ രാഷ്ട്രീയം ഒരുപക്ഷെ നിങ്ങൾക്ക്, വോട്ടറിൻ്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവില്ല, അറിയില്ലായിരിക്കാം. പക്ഷെ അതല്ല, ഇത് രണ്ട് ഫോട്ടോകളാണ്. ആ ഫോട്ടോ അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് വേണമെങ്കിൽ അഡ്വക്കേറ്റ് സേനാപതി വേണുവിന് വാദിക്കാം. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഇതിപ്പോ നോക്കൂ, വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ പോയി അവിടുത്തെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഫോട്ടോ, രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടിക്കാഴ്ച നടത്തുന്ന ഫോട്ടോ പുറത്തു വന്നിരിക്കുന്നു. രണ്ടാമത്, അതായത് നേരത്തെ തന്നെ ഒരു ആരോപണം ഉണ്ടായിരുന്നു, അവിടെ ഗ്രീൻ ആർമി പ്രവർത്തിക്കുന്നു. അത് ഒരു കോൺഗ്രസ് MLA-യുടെ നേതൃത്വത്തിൽ മതസ്ഥാപനങ്ങളിൽ അതുപോലെ ഇവരുടെ മുസ്ലിം വീടുകൾ കേന്ദ്രീകരിച്ച് നിങ്ങൾ പ്രചരണം നടത്തി. അതന്ന് ഒരാക്ഷേപമായിട്ട് മാത്രമാണ് നിന്നത്. പക്ഷേ അതിന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്, പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. ഒരു മിനിറ്റ് നോക്കൂ, ആ ലഘുലേഖ SDPI പ്രവർത്തകർ വിതരണം ചെയ്ത ലഘുലേഖ അച്ചടിച്ചു കൊടുത്തത് കോൺഗ്രസ് ആണെന്ന ആരോപണം ഉണ്ടായിരുന്നു. ആ ലഘുലേഖയുമായി SDPI പ്രവർത്തകൻ നിൽക്കുന്നു. ആ പ്രവർത്തകൻ നിൽക്കുന്നത് ആരോടൊപ്പമാണ്? രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ശബ്ദിക്കുന്ന തെളിവുകളാണ്, വെറും തെളിവുകളല്ല. ഞാൻ അതിനൊരു മറുപടി പറഞ്ഞോട്ടെ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ ഇതുപോലെ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വന്നത് ഷാഫി പറമ്പിൽ 5 നേരം നിസ്കരിക്കുന്ന ദീനബോധം അതിനെ ഉപയോഗിക്കുന്ന പദം, സാങ്കേതിക പദം എനിക്കറിയില്ല, ആളാണ്. അപ്പുറത്ത് മത്സരിക്കുന്നത്, ആ പദം ഇപ്പം നമ്മൾ പറയണ്ടല്ലോ, അത് കേരളത്തിൽ വ്യാപകമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, ആളാണ്. അപ്പോ ഇത് എവിടെയാണ്, ആരുടെ മൂശയിലാണ് ഇത് അച്ചടിക്കപ്പെട്ടത് എന്നുള്ളത് ഇപ്പൊ വടകര കോടതി ഇന്ന് വളരെ ശക്തമായി അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിച്ചിരിക്കുകയാണ്, നിങ്ങൾ എന്തേ ഈ അന്വേഷണത്തിൽ വീഴ്ച വരുത്തുന്നത്. ഇനി ഞാൻ ഒരു കാര്യം നമ്പ്യാരെ ഓർമ്മപ്പെടുത്തുന്നു. ഈ പാർലമെന്റ് അസംബ്ലി മണ്ഡലത്തിനകത്തുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടിയാണല്ലോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അഡ്വക്കേറ്റ് സേനാപതി വേണു